ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. വായിച്ചക്ക് ചെറുതായിട്ട് ചെറിയായിട്ട് കൃഷികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഹോബിയായിട്ട് തുടങ്ങിയതായിരുന്നു. അതിപ്പോൾ 8-10 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നോക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. അപ്പോൾ വായിച്ചതിനോട് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ചെറുതാൻ്റെ ഈ ഒരു കൂട് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് കൂടുകളുണ്ട്. ഇതൊന്ന് കാണിച്ചേരി. ഇതല്ലേ ഇത് അതിൽ ഈച്ചുള്ളതാണ്. ബീച്ച് അതുപോലെ തന്നെ അപ്പോൾ ഓരോരോ മോഡലിലാക്കിയിട്ട് പല ടൈപ്പായിട്ട് പെട്ടികളിലായിട്ട് ഉണ്ടാക്കിയത്. ഇതുപോലെ പെട്ടികളൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് സ്വന്തമായിട്ടുള്ള ഐഡിയയിൽ ഉണ്ടാക്കുന്ന പെട്ടികളാണ്. ഇതൊക്കെ വേസ്റ്റ് കഷ്ണങ്ങളുണ്ട്, പീസുകളുണ്ടല്ലോ, അതിനോടൊക്കെ ചാക്കി ഇതൊക്കെ വൃത്തിയുള്ളൊരു പെട്ടിയാണ്. ഇതുപോലെ ഇതുണ്ടല്ലോ കവുങ്ങിൻ്റെതാണ്, കവുങ്ങിൻ്റെ കഷ്ണങ്ങളാണ്. അതാണ് ഏറ്റവും നല്ലത്. അതും മുളയൊക്കെ അതുണ്ടോ, ഇതിൽ കയറാനുള്ള ഒരു ഹോളൊക്കെ ഉണ്ടാക്കിയാണ്ടല്ലേ. വേറെ മൂന്നിലുണ്ട്. ഇതിനൊക്കെ നീളം നോക്കി അങ്ങനത്തെ പെട്ടി ആരും ഉണ്ടാവില്ല. നീളമുള്ള പെട്ടികളാട്ടോ. നീളമുള്ള പെട്ടികൾ തന്നെ പെട്ടിനോട് ഉണ്ടാക്കിയതും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കവുങ്ങിനോട് ഉണ്ടാക്കി. ഈ കവുങ്ങിന് രണ്ട് സെറ്റാണ് ഇതിൽ, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. കുറെ ആദ്യം ഉണ്ടായിന് നോക്ക് പറക്കണേ കണ്ടില്ല, ഈച്ച പറക്കണുണ്ടോ? അതുകൊണ്ട് അത് വേറെ ഡിവൈഡ് ചെയ്ത് പോകാനുള്ള ഇതാണ്. അത് അല്ലാതെയും പറക്കൂലേ? അല്ലല്ല, ഇത് ഭയങ്കര ശക്തിയായി പറക്കും. ഇത് കണ്ടോ, അങ്ങനെ നീ പോകണം. ഇനി വേറെ ഏതെങ്കിലും പുതിയ കൂടുണ്ടെങ്കിൽ ഇവിടെ പുതിയ കൂടുണ്ട്, ചിലപ്പം വീല് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്ക് 2 സെറ്റ് അങ്ങനെ കിട്ടീനി. ഇതിപ്പോ സെറ്റായിട്ട് ഇങ്ങനെ വിപുലീകരിച്ച് വരാട്ടോ. ഇങ്ങനെ ഇതിലുള്ള സെറ്റായിട്ട് പിരിഞ്ഞു പോകണല്ലേ. പിരിഞ്ഞിട്ട് റാണി ഉണ്ടാവും. റാണിന്റെ കൂടെ വേറെ സെറ്റായിട്ട് പണ്ടില്ല ഇപ്പോൾ എക്സ്ട്രാ കൂടുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് തമിഴില്. അങ്ങനെ വരുന്ന ഇതിലേക്ക് കയറിയിട്ടാണ് പുതിയ വേറൊരു സെറ്റായിട്ട് മാറുക. അപ്പോൾ അത് കയറാനുള്ള ഒരു വഴികൾ ഉണ്ടോ. ഇതും അതുപോലെ തന്നെ മുകളിൽ ഇത് കയറാനുള്ള വഴികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ തറയിലൊക്കെ ഇതുപോലെ കാണലുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ ഈച്ച പറക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് വേറെ ഈ റാണി ഒരു ഒന്നിലേറെ റാണി ഉണ്ടെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ അത് വിരിഞ്ഞിട്ട് വേറെ പോകും. അപ്പം ഇപ്പം നമ്മൾ പുതിയ കൂട് വെച്ചു കൊടുക്കാനുണ്ടല്ലോ, അതിലേക്ക് ഇത് കൂടെ ചിലപ്പോൾ അയച്ചത് പറ്റെങ്കിൽ കൂടും. അങ്ങനെ 2 സെറ്റിങ് അങ്ങനെ കിട്ടീനി. ഒരുപാട് പെട്ടികളുണ്ടല്ലോ, ഒരുപാട് പെട്ടികൾ കാലിയാണ്. ഇതൊക്കെ ഒഴിഞ്ഞു പോയതാന്ന് വെച്ച് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ട് എങ്ങനെ ശ്രദ്ധിക്കണം നിങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് തേൻ കൃഷിക്കാരൻ മുഴുവൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ കൂടുതൽ അവരെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഓരോ കഷ്ണങ്ങൾ കിട്ടുന്ന ഇതിനൊക്കെ ഒഴിഞ്ഞു പോകാൻ കാരണം എന്താ പറയണത്? ഒഴിഞ്ഞു നോക്കാഞ്ഞാൽ പിന്നെ ഈ എറുമ്പ് കയറിയിട്ടും ചലന്തി ഇല്ലേ ചെറിയ, അത് ഭയങ്കര അപകട. അത് കയറി അതിനുള്ളിൽ കയറി കൂടും. കയറി കൂടിയിട്ട് അതിനുള്ളിൽ വല കെട്ടിയാൽ പിന്നെ അപ്പം ഇത് കെണിക്കൂട് പറഞ്ഞാൽ ഇത് കെണിക്കൂട് ആക്കി വെച്ചാൽ കെണിക്കൂട് പറഞ്ഞാൽ വേറെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിലും ഒരു ഇതിൽ കൂടും. അപ്പം എന്താ പറയുക, നമ്മളത് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂടുന്നത് കാണാഞ്ഞാൽ തുറന്നു നോക്കുമ്പോഴാണ് അതിനുള്ളിൽ മണ്ണാത്തൻ്റെ വല. ചെറിയൊരു മണ്ണാത്തതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ ഒന്നുകൂടി നീളം ഉണ്ടാക്കി ഒട്ടൊക്കെ ഒന്നുകൂടി നീളമെല്ലാം ഉണ്ടാക്കിയ വിജയിക്കുമെന്ന് അറിയില്ല. അത് ഭയങ്കര ശല്യമാകും. ഓൻ അദ്ദേഹമൊന്നുമില്ല, ശ്രദ്ധിക്കണം. ഒരു വർഷം കഴിഞ്ഞിട്ട് വർഷത്തിലല്ലേ ഒരു കൊല്ലത്തെ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പുതിയ കൂട് വെച്ചാ ഇതിൽ കയറിയെന്ന് അറിയാം. ഇതിൽ 2ലുണ്ട്. ഇത് എടുക്കാൻ പോണതല്ലേ? ശരിക്കും ഇപ്പൊ എടുക്കുന്നതിന് മുമ്പേ ശരിക്കും എപ്പോഴെല്ലാം എടുക്കണ്ടേ. രാവിലെ എന്തിനു ചെയ്യുന്നു, ഇതൊന്ന് ബന്ധാക്കിയിടണം. അല്ലെങ്കിൽ പുറത്ത് പോയ ഈച്ചകൾ ശല്യാക്കും. നമ്മൾ തേൻ എടുക്കണ്ടേ കേട്ടോ. ഈച്ച പോണ വയ്യ തൽക്കാലം സ്റ്റിക്കർ ഇട്ട് അടിച്ചതാണ്. ഈച്ച നമ്മൾ ആദ്യം ചെയ്യണോ കുപ്പിയിലാക്കണം എന്ന് പറഞ്ഞിട്ടോ. ഞാൻ ആദ്യം നോക്കണം കേട്ടോ. കുപ്പി ഇങ്ങനെ വെച്ചെടുത്തിന് കുപ്പീൻ്റെ സാധനം ആവായിട്ട് കുപ്പിയിലാക്കാം കേട്ടോ. എല്ലാം വിടാൻ പറ്റും. നമ്മൾ ഇരിക്കട്ടെ, നല്ലത് എപ്പോഴാണ് വരിക. അതിന് ഈച്ച കുറേ പോയിന്. ഈച്ച രാവിലെ തന്നെ തേനെടുക്കാൻ വേണ്ടി പോകട്ടോ. അതിരാവിലെയാണ് അത് എടുക്കേണ്ടത്. ഈച്ച കുറവായത്. കുറവോ ഒക്കെ പോവോ? ഇല്ലല്ലോ, കുറച്ച് എന്തായാലും ഉണ്ടാവില്ല. കുറേ തുറന്നു നോക്കിയാൽ പോയില്ലല്ലോ. ഇതൊക്കെ പോയില്ലേ കുറേ. ചിലപ്പോൾ ചെറിയ ആകെ 3 പോയേ. തുറക്കുമ്പോഴാണ് അത് ഈച്ച എന്താ പോവാത്ത? ഈച്ച എല്ലാ കുലല്ലേ? അപ്പം നമ്മളെ ടെക്നിക്കലി ഈച്ച വരുന്നത് കാണാത്തോണ്ട് നമ്മൾ തുറന്നു നോക്കാം കേട്ടോ. അല്ല ആദ്യം എങ്ങനെയാണ് എടുക്കലെന്നാ പറഞ്ഞത്. ആദ്യമൊക്കെ ഈച്ച പുറത്തു പോയിന്ന്.
സ്റ്റിക്കർ കൊണ്ട് അടിച്ചാൽ ഇത് ചിലപ്പോൾ ഈച്ച ഇവിടെ വരും. ഇപ്പോൾ നമ്മളിട്ട സ്റ്റിക്കറിന് പുറമെ ഈച്ചൻ്റെ അടിപൊളി സൂപ്പർ ഗ്ലൂ വെച്ചിന് കേട്ടോ. അതാണ് ഈച്ച സ്വന്തമായിട്ട് ഇത് അടിച്ച് വെച്ചിന്. അത്ര ടൈറ്റ് അതാ. ഇവിടെ ആണിയുണ്ട് ഇതാണ്ടില്ലേ. ഇതിൽ എറുമ്പൊക്കെ കയറാതൊക്കെ വേണ്ടിയിട്ടാണ് ഈച്ചൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കണമായിരിക്കും. തുറക്കട്ടെ. അവിടെ അങ്ങനെ തുറക്കട്ടെ. ആ ഈച്ച കുറവാട്ടെ. ഈച്ചൊക്കെ പോയ സമയം തോന്നുന്നല്ലേ. ഈച്ച കുറവ് പോയത് അതിനെന്താ തേനോ കഫേ. ഇത് പൂമ്പൊടി അല്ലേ? ഇത് അല്ലേ? ഇതല്ലേ പൂമ്പൊടി? ഇത് മുട്ടകള്. ആ ഇത് ബിരിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ തേന. ഇത് തേനോ? അത് തേന അത് വല്ല ഇതിലേക്ക് അതിലേക്ക് എങ്ങനെ എടുക്കണ്ടേ? ഇതല്ലേ എടുക്കണ്ടേ? അത് അങ്ങ് കോലെടുത്താണ്. ശരി നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുണ്ടല്ലേ? ആ നെറ്റിലാക്കണം എന്നാണല്ലേ? അല്ലെങ്കിൽ ഈച്ച ഇതില്ലെങ്കിൽ ആ ഈച്ച അതാണ്. അപ്പോൾ എത്ര ഈച്ച തേനിൽ കിടന്ന് ചത്തു പോകും. വലിയ ഈച്ചൻ്റെ മാതിരി തേൻ ഇങ്ങനെ വലിയ ഈച്ച 3 മാസം കൂടുമ്പോൾ എടുക്കുമല്ലോ അല്ലേ? തേൻ എടുക്കും. ഇത് കൊല്ലത്തിൽ എടുക്കാൻ ആ ഉണ്ട്. ഇതില് റാണിനെ നോക്കണം. റാണി ഈച്ചയിൽ ഏറ്റവും വലിയ ഇപ്പൊ ഇതിലുള്ള ഈച്ചയിൽ വലിയതാണ് റാണി എന്ന് പറഞ്ഞത്. എങ്ങനെ കണ്ടുപിടിച്ചാൽ എനിക്കറിയില്ല. കണ്ടുപിടിക്കാൻ നല്ലോണം ശ്രദ്ധിച്ചാലേ കാണുള്ളൂ. വേറെ പെട്ടി എടുത്തിന് അതിലേക്ക് മാറ്റാണ്. ഇത് പിടിച്ചു. ഇപ്പൊ റാണീനെ തപ്പിയിട്ട് കാണില്ല കേട്ടോ സംഭവം. വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടാവും ചിലപ്പോൾ. ഈ മുടൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മുടൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതേമാതിരി സെറ്റ് ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ റാണി ഇല്ലെങ്കിൽ ഈ സെറ്റ് നമുക്ക് നഷ്ടമാവും അല്ലേ? അത് തുറന്നപ്പോളേ അപ്പോൾ ചിലപ്പോൾ അത് ഈ മുടൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് സെറ്റ് ആവും ചെയ്യും. പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് ആണ് ഇങ്ങനെ ഓണ്ടാക്കി. എന്താ പറയുക, ഇത് പിന്നെ ഇവിടുന്ന് മുടകളെയും മറ്റേ പൂമ്പൊടിയൊക്കെ വെച്ച് തേൻ മാത്രം ഇവിടെ വെക്കുമെന്ന് പറഞ്ഞിനി. പക്ഷേ ഇത് അങ്ങനെയല്ല. അതാണ് ഈ വീഡിയോ എല്ലാം ഇതാക്കാൻ പറ്റില്ല. ഇതിലങ്ങ് വേണമെങ്കിൽ ഇതിവിടെ കാര്യമാണ് കാണുന്നത്. പക്ഷെ ഒക്കെ ഇവിടെ ആണല്ലോ. ശരിക്കും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പിടിത്തം പറ്റി. പെട്ടിന്റെ ഹോൾ ഉണ്ടെങ്കിൽ പൂമ്പൊടി പറയും തേൻ വേറെ ഉണ്ടാക്കുന്ന പറഞ്ഞിനി. പക്ഷെ അതുപോലെ അത് ശരിയായി തോന്നുന്നില്ല. അപ്പൊ ചിലതൊക്കെ സക്സസ് ആകണ്ടാ മതി. അപ്പൊ പല വീഡിയോയിലും അങ്ങനെ തന്നെയുള്ള പല വീഡിയോ കണ്ടിട്ട് ഒരുപാട് പിടിത്തം എനിക്ക് അങ്ങനെ പറ്റിന്. എന്നാലും കൂട്ടലും ചെയ്യണമായിരിക്കും ചിലപ്പോ. ഇത് എറുമ്പ് കയറുന്നത് ഈ ചെറിയ ചലന്തില്ലേ മണ്ണാത്തന്, ആ സാധനം നല്ല ശ്രദ്ധിക്കണം. അതിനുള്ളിൽ കയറിയിട്ട് ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ സെറ്റ് ആക്കി ഉണ്ടാക്കട്ടോ. ഇപ്പൊ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റൊക്കെ വേണമെങ്കിൽ ഉക്കല്ലേ മാണയമ്മയുള്ള സെറ്റ് ഒന്നായിട്ട് എടുക്കാണ്ട് 10 പേരുണ്ടാവും. നല്ല നല്ല തേനെല്ലാം ഉണ്ട്. നേരിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടു. ഒരുപാട് കൂട് കയറുന്നേ. സെറ്റിന് അത്യാവശ്യം വില ഉണ്ടാവും അല്ലേ? സാധാ ഈച്ച പോലല്ല. അപ്പൊ ഇത് പിന്നെ ഒരു സെറ്റുമ്പോൾ തന്നെ ഒരുപാട് സെറ്റുകളാക്കി ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ സംശയമില്ലല്ലോ, യൂട്യൂബിൽ ഇങ്ങനെ ചെറുത്താൻ മാത്രം അടിച്ചാൽ കിട്ടും. ഇപ്പൊ നമുക്ക് ഷോപ്പ് പോകാനാണ്. അപ്പൊ എന്താ വെച്ചാല് വായിച്ച് റാണീനെ കണ്ടുപിടിച്ചോട്ടെ. റാണീനെ വായിച്ചിന്റെ അപ്പുറം കണ്ടുപിടിച്ചാ കൂടി കൊടുക്കട്ടോ. റാണീനെ അങ്ങനെ കാണാൻ അറിയോ? എങ്ങനെ ഞാൻ അവർക്കൊക്കെ പറഞ്ഞിടത്ത് മനസ്സിലാക്കിക്കോട്ടെ വെച്ചിട്ട് നമ്മളിത് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ കൊല്ലമായിട്ട് കുറച്ചെന്നെ ഇങ്ങനെ മനസ്സിലായത്. വലിയ ഈച്ചയായിരിക്കും. അപ്പൊ എന്നാ റാണീനെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ തേനെ നമ്മൾ കൊണ്ടുപോവാം.